വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി Hallelujah. Praise the Lord. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനം നമുക്ക് ദൈവം നൽകിയ ഒരു കാറ്റലോഗാണ്. നാം ടൗണിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി ഇലക്ട്രോണിക് സാധനങ്ങളോ ഇലക്ട്രിക് സാധനങ്ങളോ വാങ്ങുമ്പോൾ ആ സാധനത്തോടൊപ്പം നമുക്ക് ചെറിയ ഒരു ബുക്കലെറ്റും കിട്ടാറുണ്ട്. വാങ്ങിയ സാധനത്തെക്കുറിച്ചുള്ള ഒരു ലൈൻ സ്കെച്ച് എല്ലാം അതിനകത്തുണ്ട്. അതിനെ കാറ്റലോഗ് എന്നാണ് പറയുക. നമ്മൾ വാങ്ങിയ ഉപകരണം, ആ ഇലക്ട്രോണിക് സാധനത്തിന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അതിന് കേടുപറ്റിയാൽ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ പുസ്തകത്തെ നോക്കി, ഈ കാറ്റലോഗ് നോക്കി നമുക്ക് അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനത്തെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യുവാൻ വേണ്ടി അത് ഉണ്ടാക്കിയ ഉൽപ്പാദിപ്പിച്ച വ്യക്തി അതോടൊപ്പം അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണങ്ങളും അതിന് കേട് പറ്റിയാൽ എങ്ങനെ ആ കേട് പോക്കുവാൻ സാധിക്കുമെന്ന് അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. അതിനെയാണ് കാറ്റലോഗ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും വേണ്ടി ദൈവം നമുക്ക് നൽകിയ കാറ്റലോഗാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ആ വിഷയങ്ങളെ ദൈവവചനത്തിലൂടെ വേണം നമ്മൾ കറക്റ്റ് ചെയ്യുവാൻ, നമ്മൾ തിരുത്തുവാൻ. ദൈവവചനം ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറയുന്നു, ആ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യത്യാസം വരുത്തണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താ വിഷയം നമ്മുടെ വസ്ത്രധാരണത്തിലെ വിശുദ്ധിയെക്കുറിച്ചാണ്. നമ്മൾ ഒരു ദൈവ പൈതൽ ആയതിനാൽ ദൈവത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് അർഹനായ വ്യക്തി, ആ വ്യക്തി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തി ക്രിസ്തു പഠിപ്പിച്ച ജീവിത രീതികളുണ്ട്. ആ ജീവിത രീതിയിലൂടെ ജീവിക്കേണ്ട വ്യക്തിയാണ്. ലോകം എന്തു പറയുന്നു, ലോകത്തിലെ മറ്റു വ്യക്തികൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്
നമുക്ക് ബാധകമല്ല. ക്രിസ്തുവിനോട് ഒട്ടിച്ചേർക്കപ്പെട്ട, ക്രിസ്തുവിൽ ഒന്നായി മാറിയ, ക്രിസ്തുവിനോട് ബഡ് ചേർക്കപ്പെട്ട നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ വസ്ത്രധാരണം നമ്മൾ വളരെയധികം പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവ മക്കളായ നമുക്ക് മറ്റുള്ളവർ ഇടുന്ന വിധത്തിലുള്ള ഏതെങ്കിലും വസ്ത്രങ്ങൾ വലിച്ചുവാരി ഇട്ടുകൊണ്ട് നമുക്ക് നടക്കുക സാധ്യമല്ല. മറ്റുള്ളവർക്ക് എന്തുവാകാം, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെ പ്രതിനിധീകരിക്കുന്നു ആ വ്യക്തിക്ക് ചേർന്ന വിധം വേണം നമ്മുടെ വസ്ത്രധാരണമെല്ലാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പവിത്രവുമായി ദൈവത്തിന് ചേർന്ന വിധം നിങ്ങൾ സമർപ്പിക്കുവിൻ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി പവിത്രമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ഒരു സമർപ്പണം, ആരാധന എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അങ്ങനെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്? കാരണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു. പഴയ നിയമത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന സമാഗമന കൂടാരത്തിൽ ദൈവത്തിന് മഹത്വം ഇറങ്ങിയിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവം ആത്മാവായി നമ്മുടെ അകത്ത് വസിക്കുകയാണ്. ദൈവം ആത്മാവായി നമ്മുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിൻ്റെ ആലയമാണ്. പുതിയ നിയമ സുവിശേഷത്തിൽ വളരെയേറെ പ്രാവശ്യം ഓരോ അപ്പസ്തോലന്മാരും പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആലയം ആണെന്ന്. കാരണം ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു. അപ്പോൾ ദൈവം വസിക്കുന്ന, ദൈവത്തിൻ്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ വിശുദ്ധവും പവിത്രവുമായ ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു: നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധമായി, പരിശുദ്ധമായി, പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദേവാലയമാണ്. ഇതിനകത്ത് ദൈവം വസിക്കുന്നു. ദൈവം വസിക്കുന്ന ഒരു സക്രാരിയാണ് നമ്മുടെ ശരീരം. ജീവനുള്ള സക്രാരിയാണ്, ജീവനുള്ള ആലയമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ ശരീരത്തെ വിശുദ്ധമായി പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം നമ്മുടേതല്ല, നീ നിൻ്റേതല്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഒരുവൻ വില കൊടുത്തു വാങ്ങിയിരിക്കുക. യേശു നമ്മളെ വില കൊടുത്തു വാങ്ങിയിരിക്കുക. നമ്മൾ നമ്മുടേതല്ല. ഞാൻ യേശുവിൻ്റെ വകയാണ്.
അവൻ നമ്മുടെ അകത്ത് വസിക്കുന്നു. ആയതിനാൽ ഈ ശരീരത്തെ ദൈവം നമ്മിൽ വസിക്കുന്നത് കൊണ്ട്, ദൈവം വസിക്കുന്ന ഈ ആലയമാകുന്ന ഈ ശരീരത്തെ ദൈവത്തിന് പ്രീതികരമായ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിശുദ്ധിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആത്മീയമായും ഭൗതികമായും ശാരീരികമായും. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഊന്നൽ നൽകുന്നത് വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. ഇന്ന് പ്രത്യേകിച്ച് കുട്ടികൾക്ക്, യുവതി യുവാക്കന്മാർക്ക് ഒക്കെ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നറിയില്ല. തോന്നുന്നത് പോലെ വസ്ത്രം ധരിക്കുക, എന്തെങ്കിലും വലിച്ചു വാരിയിട്ടോണ്ട് നടക്കുക. ശരീരം മറയേണ്ട ഭാഗങ്ങൾ മറയുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് ബാധകമല്ല. കാരണം എല്ലാവരും ചെയ്യുന്നു. അവർ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, ടൗണിൽ പോകുമ്പോൾ, സൊസൈറ്റിയിൽ പോകുമ്പോൾ ഒക്കെ കാണുന്നതും കേൾക്കുന്നതുമാണ് അതേപടി അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും പോലെ ആകാൻ വേണ്ടി ഇന്നത്തെ പ്രത്യേകിച്ച് യുവജനങ്ങൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു ക്രിസ്തീയ പൈതലും അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ പോകുമ്പോൾ, ഒരു മുസ്ലിം കുട്ടി പോകുമ്പോൾ ആ കുട്ടിയെ കാണുമ്പോഴേ അറിയാം അതൊരു മുസ്ലിം കുട്ടിയാണെന്ന്. ഒരു ഹിന്ദു കുട്ടി പോകുമ്പോൾ കാണുമ്പോഴേ അറിയാം അതൊരു ഹിന്ദു കുട്ടിയാണെന്ന്. അതിൻ്റെ വസ്ത്രധാരണത്തിൽ, മുഖത്ത് എല്ലാം അത് പ്രകടമാകുന്നു. എന്നാൽ ഒരു ക്രിസ്തീയ പൈതലിനെ ഒറ്റ നോട്ടത്തിൽ കാണുവാൻ, തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ലോകത്തിൻ്റെതായ വിധത്തിലാണ് വസ്ത്രം ധരിച്ച് നടക്കുന്നത്. പത്രോസ്ലിയായുടെ ഒന്നാമത്തെ പുസ്തകം 3-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, വിശുദ്ധയായ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. വിശുദ്ധരായ സ്ത്രീകൾ എങ്ങനെ? വസ്ത്രധാരണത്തിലൂടെ, ശരീരത്തെ മുഴുവൻ മറയ്ക്കുന്ന വിധത്തിൽ എളിമയുള്ള, ലാളിത്യമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആത്മീയ ഭക്തരായ അവർ തങ്ങളെ തന്നെ ആത്മീയ ഭക്തി കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്ന്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കണം. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ആത്മപരിശോധന ചെയ്യണം. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, മകൻ്റെ ലജ്ജാകരമായ പ്രവർത്തികൾ നിമിത്തം ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്തുക. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയിട്ട് ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ട് പോയി, അല്ലെങ്കിൽ അവിഹിത ബന്ധം നടത്തി, അല്ലെങ്കിൽ തെറ്റായ പ്രേമബന്ധങ്ങളിലൊക്കെ വീണ് നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് മീഡിയയിലൂടെയെല്ലാം വന്നതിന് ശേഷം നമ്മൾ അവരെ ഓർത്ത് ലജ്ജിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചെറുപ്പം മുതലേ ശിക്ഷണത്തിൽ വളർത്തേണ്ടത് ആവശ്യമാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം 30-ാമത്തെ തിരുവചനം പറയുന്നു, വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യൻ്റെ സത്വം വെളിപ്പെടുത്തുന്നു എന്ന്. വേഷം, ചിരി, നടത്തം ഇത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അർത്ഥനഗ്നരായി അല്പം വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ
നമ്മുടെ ചെറുപ്പക്കാരായ സ്ത്രീ പുരുഷന്മാർ നടക്കുമ്പോൾ ആ വ്യക്തിയുടെ മനോഭാവം എന്താണെന്നും വ്യക്തിത്വം എന്താണെന്നും ആധ്യാത്മികത എന്താണെന്നും അത് കണ്ടു നിൽക്കുന്നവർക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആത്മീയ പക്വതയില്ലാത്ത വസ്ത്രധാരണം ഇന്ന് അനേകർ ഇത് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം അതിന് 7-ാം അധ്യായം 23-ാമത്തെ തിരുവചനം, മനോഹരമായ ഒരു വചനമായത്. വചനം ഇങ്ങനെയാണ്: നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിങ്ങളുടെ പുത്രീപുത്രന്മാരെ ചെറുപ്പം മുതലേ തന്നെ അച്ചടക്കത്തിൽ നിങ്ങൾ വളർത്തുക. അത് നിങ്ങൾക്ക് പിന്നീട് സന്തോഷത്തിന് ഇടവരുമെന്ന്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ശരീരത്തിന് ചേർന്ന വസ്ത്രമേ നമ്മൾ ധരിപ്പിക്കാവൂ. ഒരു അച്ചടക്ക മനോഭാവമുള്ള, ഒരു ഒതുങ്ങിയ, ഭംഗിയുള്ള, വൃത്തിയുള്ള വസ്ത്രം നമുക്ക് ധരിപ്പിക്കാം. കാലം പോകുന്നതനുസരിച്ച്, മാറുന്നതനുസരിച്ച് ഫാഷൻ കയറി നമ്മുടെ നഗ്നത, ശരീര വടിവ് വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ പിള്ളേരെ ധരിപ്പിക്കരുത്. നമ്മുടെ വസ്ത്രധാരണത്തിൽ ഒരു അച്ചടക്കം ആവശ്യമാണ്, ഒരു വിശുദ്ധി ആവശ്യമാണ്. ശരീരത്തിൻ്റെ അനോട്ടമി അനുസരിച്ച് വസ്ത്രം വെട്ടി നമ്മൾ ഇടുമ്പോൾ ശരീരഭാഗങ്ങൾ ഇത് പുറത്തു നിൽക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു, അതിൻ്റെ അനോട്ടമി കാണാൻ പറ്റുന്നു. അവരുടെ ശ്രദ്ധ അറിയാതെ നമ്മുടെ മക്കളിലേക്കോ അല്ലെങ്കിൽ നമ്മളിലേക്കോ പതിയപ്പെടുന്നു. തിരുവചനം പറയുന്നു, ആർക്കെങ്കിലും നമ്മൾ ഇടർച്ചയ്ക്ക് കാരണമാകുന്നു എങ്കിൽ ഉണ്ടോ, അപ്പോൾ ഇടർച്ചയ്ക്ക് കാരണമുണ്ടാക്കുന്നവൻ വലിയ തെറ്റുകാരനാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വസ്ത്രം ധരിപ്പിക്കുമ്പോൾ, മക്കളെ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ, മക്കളെ അവർ യുവജനങ്ങളാണെങ്കിലും 15 വയസ്സോ 25 വയസ്സോ 30 വയസ്സുള്ളവരാണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം. കുട്ടികൾ ശ്രദ്ധിക്കണം, യുവജനങ്ങൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളുടെ ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രമാണോ അവർ ധരിക്കുന്നത്? ശരീരഭാഗങ്ങൾ മറയാൻ പറ്റുന്ന വിധത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത് എന്ന് നമ്മളത് ശ്രദ്ധിക്കണം. ഇവർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മൂന്നാമതൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ വഴിയെ പോകുന്നവർ തെറ്റായ വിധത്തിൽ എൻ്റെ മക്കളുടെ ശരീരഭാഗങ്ങളിലേക്ക് നോക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ചിലർ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ അണിയിച്ചൊരുക്കി കൊണ്ട് നടക്കുന്നത്. എൻ്റെ മക്കളെ 10 പേര് കാണണം, എൻ്റെ കുഞ്ഞുങ്ങളെ കുറേ പേര് കാണണം, കാണട്ടെ, കാണാൻ എന്ന വിധത്തിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. വളരെ ഗൗരവമായ തെറ്റാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ശേഷം തട്ടിക്കൊണ്ടുപോയി പീഡനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ചടക്കത്തിൽ നാം നമ്മുടെ മക്കളെ വളർത്തണം, പരിശീലിപ്പിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം തിരുത്തേണ്ട സമയങ്ങളിൽ മാതാപിതാക്കൾ അവരുടെ പ്രായത്തിനനുസരിച്ച് തിരുത്തുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, 22:5 സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം ധരിക്കരുത്. സുവിശേഷം എന്ന് പറയുന്നത് ആഫ്രിക്കക്കാർക്ക് ഒരു സുവിശേഷം, ഇന്ത്യക്കാർക്ക് ഒരു സുവിശേഷം, അമേരിക്കക്കാർക്ക് ഒരു സുവിശേഷം, അങ്ങനെയില്ല. സുവിശേഷത്തിന് മാറ്റമില്ല. അത് എത്ര വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാറ്റമില്ല. വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഓരോ രാജ്യക്കാർക്കും ഓരോ വിധത്തിലല്ല എഴുതിയിരിക്കുന്നത്. ഒരു ഒറ്റ വചനമാണ്. അത് ലോകത്തിലുള്ള എല്ലാ ഭാഷക്കാർക്കും രാജ്യക്കാർക്കും ഏത് നൂറ്റാണ്ടിലും ഒരേപോലെ മാറ്റമില്ലാത്ത വചനമാണ്. പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കരുത്, സ്ത്രീകൾ പുരുഷൻ്റെ വസ്ത്രം ധരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മാന്യതയുള്ള
വസ്ത്രങ്ങൾ നമ്മൾ ധരിപ്പിക്കണം. ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ നാട്ടുകാർ പറയണം ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളെന്ന്, മാന്യതയുള്ള കുഞ്ഞുങ്ങൾ എന്ന്. നമ്മുടെ ആധ്യാത്മികത, നമ്മുടെ സ്പിരിച്വാലിറ്റി, അകത്തെ സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ വസ്ത്രധാരണം പോലും. അതുകൊണ്ട് മറ്റുള്ളവർ 10 പേര് എന്നെ കാണട്ടെ എന്ന് കരുതി, എൻ്റെ മക്കളെ കാണട്ടെ എന്ന് കരുതി, മറ്റുള്ളവർ കാണുവാൻ തക്ക വിധം അട്രാക്റ്റീവായ വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ തക്ക വിധം നമ്മുടെ വസ്ത്രധാരണത്തെ നമ്മൾ മാറ്റിക്കളയരുത് എന്ന് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വായും അവർ നഗ്നരാണെന്നറിഞ്ഞപ്പോൾ അവരായിട്ട് ഒരു അത്തി ഇലകൾ കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി. അത്തി ഇലകളായതുകൊണ്ട്, മരത്തിൻ്റെ ഇലയായതുകൊണ്ട് വെയിലടിച്ചപ്പോൾ അത് ഉണങ്ങിപ്പോയി. വീണ്ടും അവരുടെ നഗ്നത വെളിപ്പെട്ടു. ഇത് കണ്ട ദൈവം ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് കൊണ്ട് ഇവർക്കൊരു വസ്ത്രമുണ്ടാക്കി കൊടുത്തു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും, പിശാച് ബാധിതൻ അവനെ പിശാച് വിട്ടുപോയപ്പോൾ, ലെഗിയോൻ എന്ന് പറയുന്ന അവൻ്റെ മേലുള്ള പിശാച് വിട്ടുപോയപ്പോൾ അവൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി മാറ്റപ്പെട്ടു. തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് നമുക്ക് സുബോധമുണ്ടാകുകയും ചൊവ്വേ നേരെ വൃത്തിയുള്ള ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിച്ച് വസ്ത്രധാരണം നടത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. കർത്താവിൻ്റെ ഈ കൃപ, ഈ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പ്രിയമുള്ളവരെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ കാണുന്നത് പോലെ എല്ലാത്തിനെയും കാണാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവ രീതി എനിക്ക് നൽകണമേ. നീ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള എളിമയുള്ള, വിനയമുള്ള, വിശുദ്ധിയുള്ള ഒരു വസ്ത്രധാരണം നടത്തുവാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. കണ്ണുകളെ അടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവരിലേക്ക് ഈ അഭിഷേകം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ തെറ്റായി കാണാതെ ശരിയായ വണ്ണം, ആ ശരിയായ അർത്ഥത്തിൽ ഇതിനെ സ്വീകരിക്കാനുള്ള കൃപ ഇവിടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താനുള്ള കൃപ, അഭിഷേകം ഇവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ, നിന്റെ ആലയമാകണമല്ലോ ഇവരുടെ ശരീരം. നീ വില കൊടുത്ത്, രക്തം കൊടുത്ത്, വില കൊടുത്ത് വാങ്ങിയതാണല്ലോ ഈ ശരീരം. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ ശരീരത്തിൽ നീ ആത്മാവായി വസിക്കുന്നല്ലോ. ആയതിനാൽ നീ വസിക്കുന്നവരുടെ ശരീരത്തെ വിശുദ്ധമായി, പവിത്രമായി, ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ഈ ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാൻ, വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവൻ ഞങ്ങൾ നിന്റെ സ്വന്തമാണ് കർത്താവേ. ഞങ്ങൾ നിന്റെ പ്രോപ്പർട്ടിയാണ് കർത്താവേ. നിന്നെയാണ് ഞങ്ങൾ കർത്താവ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. കർത്താവ്, മറ്റാരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, മറ്റാരും ഞങ്ങളെ കാണേണ്ട കർത്താവേ, നീ ഞങ്ങളെ കാണുന്ന കർത്താവേ. നിന്റെ കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം ആയിരങ്ങളിലേക്ക്, 10,000ങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. കൃപയൊഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ, തെറ്റായ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു ദൈവ ഭക്തന് ചേർന്ന വിധത്തിലുള്ള കർത്താവ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ, വസ്ത്രം ധരിക്കുവാൻ കർത്താവെ, അതുവഴി നിന്നെ മഹത്വപ്പെടുത്തുന്ന ഓരോ ജീവിത ശൈലി രൂപപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളിലേക്കും, എല്ലാ ദമ്പതികളിലേക്കും ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൽ അഭിമാനിച്ചിടാം.
കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്നു നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. പോരുമോ നാമെല്ലാം യേശുവിൽ